നമ്മളൊരു റെട്രോ പെർഫോമൻസിലേക്കാണ് പോകുന്നത്. നമ്മുടെ മൊത്തത്തിലുള്ള ഈ ആംബിയൻസ് ഒക്കെ മാറും. റെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് മാറും, അവരുടെ വേഷങ്ങൾ എല്ലാം മാറും. അപ്പോൾ പുതിയ ഭാവത്തിൽ നമുക്കൊരു ഫാമിലി മെമ്പറിനെ കാണാനൊരു അവസരമാണ്. എന്തായാലും ഇന്ന് ആരാണ് വരാൻ പോകുന്നതെന്ന് അറിയാം. സോ ലെറ്റ്സ് വെൽക്കം ഒരു വടക്കൻ ഫാമിലി. എടാ ജഗ്ഗു, നീ എന്തിനാ പട്ടാപ്പകൽ മുഖത്ത് ഷാളുമിട്ട് കിടന്ന് ഡാൻസ് കളിക്കുന്നതോ? അപ്പൊ പെൺകുട്ടി എവിടെ? അപ്പൊ എല്ലാം സ്വപ്നമായിരുന്നു അല്ലേ? ഓ, അപ്പൊ നമ്മുടെ ബോസ് ഉള്ളപ്പോഴുള്ള ക്യാമറ ഡാൻസ് ഒന്നും നീ മറന്നിട്ടില്ല അല്ലേ? എടാ, നമ്മുടെ ബോസിനെ എന്തിനാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയത്? എന്തിനാണെന്നോ? അഹങ്കാരം കാണിച്ചതിന്. അഹങ്കാരമോ? പിന്നല്ലാതെ പട്ടാപ്പകൽ കണ്ടമാനം ലൈറ്റുകൾ വാരിയിട്ട് കത്തിച്ച് ക്യാമറ ഡാൻസ് കളിപ്പിച്ചിട്ട് കറണ്ട് ചാർജ് അടയ്ക്കാതിരുന്നാൽ പോലീസ് പിടിക്കില്ലേ? എങ്ങനെ നടന്നൊരു കൊള്ളസങ്കേതമാണ് ഈ സുഭദ്രാമ കൊള്ളസങ്കേതം. ആരെങ്കിലും കൊള്ളസങ്കേതത്തിന് സുഭദ്രാമ കൊള്ളസങ്കേതം എന്ന് പേരിടുമോ? എടാ, അത് വേറൊന്നും കൊണ്ടല്ല. ബോസിന്റെ ചേട്ടൻ ഒരു വീട് വെച്ചപ്പോ അച്ഛന്റെ പേരിട്ടു. അതിന്റെ വാശി തീർക്കാനാണ് ബോസ് ഒരു കൊള്ളസങ്കേതം തുടങ്ങിയപ്പോ അമ്മയുടെ പേരിട്ടത് സുഭദ്രാമ കൊള്ളസങ്കേതം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എടാ, ഇവിടത്തെ മുതല കുഞ്ഞുങ്ങൾക്കും കഴുകനും മൂങ്ങയ്ക്കും ഇറച്ചിക്കടയിലെ വേസ്റ്റ് തിന്നെങ്കിലും ജീവിക്കാം. എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയാണോ? ശരിയാടാ, വിശന്നിട്ട് പാടില്ല. ആഹാരം കഴിക്കാൻ എന്താണ് ഒരു മാർഗം? വല്ല കല്യാണം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു കൈ നോക്കാമായിരുന്നു. എടാ, ഞാൻ വരണ വഴിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന വീട് കണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോയാലോ? എടാ, അവിടെ പോയി ആഹാരം കഴിച്ചാൽ മാത്രം പോരാ, പിന്നെ നമുക്കവിടെ കൊള്ളയടിക്കണം. അത് നല്ല ഐഡിയയാണ്. ആഹാരം കഴിക്കാം, കൊള്ളയും അടിക്കാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. കമോൺ. എന്റെ മിനിമോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന എല്ലാവർക്കും എന്റെ നന്ദി. എന്നാ പിന്നെ മോളെ, കേക്ക് കട്ട് ചെയ്താലോ? ഇല്ലടാ ആണ്ടി, അങ്ങോട്ട് വരാൻ ഞാൻ കേക്ക് കട്ട് ചെയ്യൂല. ഞാനിതാ എത്തി. ഹായ് അങ്കിൾ. മിനിമോളെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു അങ്കിൾ. അപ്പോൾ നമുക്ക് ഈ ബർത്ത്ഡേ പാർട്ടി അടിച്ചു പൊളിക്കണ്ടേ? മിനിമോളുടെ ഡാഡിയുടെ ഒരു പാട്ടായാലോ? ഒപ്പം നിങ്ങളുടെ ഡാൻസും. ലെറ്റ്സ് എൻജോയ്. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവുളിയേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമി. മണിവിളക്കു വേണ്ട, മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം. കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ തൻ രാഗസംഗീതം. ഇരു കരളുകളിൽ ഇരുന്നു വന്നു മായാത്ത മധുമാസം. നീ മായല്ലേ മറയല്ലേ നീല നിലാവുളി. നീ മധുപകരു മലർച്ചൊരിയു
അനുരാഗ പൗർണമിയേ. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ. മിഴിയറിയാതെ നിൻ ഹൃദയമിതിൽ ഞാൻ ചോരനായി കടന്നു. ഉടലറിയാതെ ഉലകറിയാതെ നിൻ മാനസം കവർന്നു. നീ മായല്ലേ മറയില്ലേ നീലനിലാവൊളി. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. ആരും അനങ്ങിപ്പോകരുത്. ഈ കുട്ടി ഇപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അയ്യോ ഡാഡി, എനിക്ക് പേടിയാവുന്നു. എല്ലാവരുടെ കയ്യിലുള്ള പണവും സ്വർണവും എടുക്ക, വേഗം എടുക്കാൻ. കുട്ടിയെ താഴെ വെക്ക്, കുട്ടിയെ താഴെ വെക്കാൻ. താഴെ വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമടാ? അത് പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നീ ആദ്യം ഇത് പിടിക്കടാ. ഇവിടെ കിടന്ന് ചാകണ്ടെങ്കിൽ എണീറ്റ് പോയിനടാ. അയ്യോ നന്ദി സാറേ, നന്ദി. വലിയ ഉപകാരമുണ്ട് സാറേ, ഉപകാരമുണ്ട്. മറക്കല്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം അതാര് കാണിച്ചാലും ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. ദിസ് ഈസ് മൈ പോളിസി. ലെറ്റ്സ് എൻജോയ്. സൂപ്പർ ടീം വടക്കൻ ഫാമിലി. സോ നിങ്ങളുടെ റെട്രോ റൗണ്ടില് എന്താ പറയാ, കുറെ പേര് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതാരാ ഈ രണ്ടുപേര്? ഭാര്യയുടെ അനിയത്തിമാരാണ്. ഭാര്യയുടെ അനിയത്തിമാര് രണ്ടുപേരും. പേര് പറയൂ. സ്വാതി, സ്വാതി, ശ്വേത. ശ്വേത. രണ്ടുപേർക്ക് ട്വിൻസ് പോലെ ഒരേ വേഷമൊക്കെ ഇട്ടിട്ടാണോ? ഒരേ പൊക്കം ഒരേപോലൊക്കെ ഉണ്ട് കാണാന്. അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു മിയ ഇവരുടെ ഒരു എന്താ പറയാ കൊള്ളസങ്കേതം? കൊള്ളസങ്കേതത്തിലെ വിശേഷങ്ങള് അത് കൊള്ളായിരുന്നു. രണ്ടായിട്ട് ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ആദ്യമേ അത് കഴിഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ സെറ്റപ്പ്, അവസാനം ഫൈറ്റ് നടത്തി രക്ഷിക്കുന്നു. കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിച്ച ഞാൻ വിട്ടുകൊടുക്കില്ല എന്നല്ലേ ഒരു ടാഗ് ലൈൻ ഒക്കെ പറഞ്ഞിങ്ങനെ പോസ് ചെയ്തിങ്ങനെ നിന്ന പോലെ. അതൊക്കെ രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ പഴയ സിനിമയിലൊക്കെ ഇങ്ങനെ എൻഡ് ചെയ്ത് ആ മ്യൂസിക് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പഴയ സിനിമ കണ്ടൊരു ഫീലിംഗ് ആയിരുന്നു. എന്റെ മമ്മിയൊക്കെ ജയന്റെ എന്തൊരു ഫാനായിരുന്നു അറിയാമോ. അയ്യോ പുള്ളി മരിച്ചു എന്നൊക്കെ മമ്മി ഇപ്പോഴും പറയും. ഒരുപാട് പേർക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടം, അതായത് മരിച്ചുപോയി എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ, താല്പര്യമില്ലാത്തവരുണ്ട്. എവിടെയോ ഉണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട്. അപ്പോ അദ്ദേഹത്തെ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയുണ്ട്. ഈ മേക്ക് ഓവർ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചിയുടെ. അന്ന് വളരെ പാവമായി വന്ന് ഇന്നിപ്പോ എന്താ പറയാ ഒരു ആ വിഗും ആ മീശയും. എനിക്ക് എന്നെ തന്നെ കണ്ടപ്പോ അത്ഭുതം തോന്നി. മണിയേട്ടൻ ആ വേഷവും ഇത് ഈ വേഷത്തിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം. നല്ല നല്ല മേക്ക് ഓവർ ആയിരുന്നു ആ ചേച്ചി. അതുപോലെ തന്നെ ആ ബോഡി ലാംഗ്വേജും പിടിച്ചു. ആ ഒരു ആണിന്റെ ഒരു രീതിയും ആ നിപ്പും അതൊക്കെ അത് പിടിച്ചു. അല്ലാണ്ട് പെണ്ണിനെ പോലെ നിന്നില്ല. അപ്പൊ നമ്മുടെ റെട്രോയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടായിരുന്നു. എനിക്ക് ഫൈറ്റിന്റെ മാത്രം കുറച്ച് ടൈമിങ് മിസ്സായി അല്ലേ? അങ്ങനെ തോന്നി. ഈ സൈഡിൽ കിടക്കുന്ന ആൾ ആക്ഷൻ ചെയ്യുമ്പോഴും ചേട്ടൻ ഇവിടെ ഇടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചൊരു ചെറിയൊരു ടൈമിംഗ് ഒന്ന് മിസ്സായി. ബാക്കിയെല്ലാം ആക്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി നിങ്ങളുടെ അടുത്ത റൗണ്ട്സിൽ നമുക്ക് കാണാം പുതിയ വേഷത്തിൽ പുതിയ ഭാവത്തിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.